2025 ഒരു സർക്കാർ ജോലി നേടിയെടുക്കുന്ന ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങൾ. ഏതെല്ലാം എക്സാംസ് ആണ് അടുത്ത വർഷം നടക്കാൻ പോകുന്നത്? അപ്പോൾ ഈ എക്സാംസിൽ നിങ്ങൾക്ക് ഒരൊറ്റ കോഴ്സിലൂടെ ഒരൊറ്റ കോഴ്സിലൂടെ നിങ്ങൾ പഠിച്ചാൽ നിൽക്കുന്നതാണ് ഈ എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയും. ഉദ്യോഗാർത്ഥികളിൽ പല ഡൗട്ടുകളുണ്ട് കേട്ടോ. കാരണം എനിക്ക് റെയിൽവേയും അതുപോലെ SSC PSC ഒക്കെ ഒരുമിച്ച് പഠിക്കാൻ പറ്റും എന്നുള്ളത്. PSC SSC റെയിൽവേ ഇത് മൂന്നിനും കൂടി നമ്മുടെ 40,000 രൂപ വരുന്ന കോഴ്സാണ് നിങ്ങൾക്ക് വെറും 15,000 രൂപയ്ക്ക് ലഭിക്കുന്നത്. ഈ 15,000 രൂപയ്ക്ക് ഞാൻ പറഞ്ഞു നിൽക്കുന്ന ഒരു മിനിമം നിങ്ങൾക്ക് ഒരു അഞ്ച് ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറയും. ഹായ്, എല്ലാവർക്കും റോംബോസിലേക്ക് സ്വാഗതം. 2025 ഒരു സർക്കാർ ജോലി നേടിയെടുക്കുന്ന ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ പറയാലോ 2025 ഒരുപാട് എക്സാംസുകളാണ് റെയിൽവേ SSC PSC നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതെല്ലാം എക്സാംസ് ആണ് അടുത്ത വർഷം നടക്കാൻ പോകുന്നത്. ആ എക്സാംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുന്നത് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ടെന്നാണ് പറയാൻ പോകുന്നത്. ഉദ്യോഗാർത്ഥികളിൽ പല ഡൗട്ടുകളുണ്ട് കേട്ടോ. കാരണം എനിക്ക് റെയിൽവേയും അതുപോലെ SSC PSC ഒക്കെ ഒരുമിച്ച് പഠിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾ പറയാനുള്ള നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ അല്ലേ. നമുക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 6 മാസം നല്ലപോലെ പഠിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ പലരും തന്നെ ഉണ്ടാവും അല്ലെ, 1 വർഷം പഠിക്കുന്നവരുണ്ടാവും, 2-3 വർഷം പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു 6 മാസം മതി നിങ്ങൾക്ക് വിവിധ ഗവൺമെന്റ് ജോലിയിൽ നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ വർഷം അടുത്ത വർഷത്തേക്ക് നടക്കാൻ പോകുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കളയാം. റെയിൽവേ ഓൾറെഡി കലണ്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്. ALP എക്സാംസ് ഉണ്ട്, ടെക്നീഷ്യൻ ഉണ്ട്, അതുപോലെ NTPC ഉണ്ട്, ഗ്രൂപ്പ് D ഉണ്ട്, JEE എല്ലാ എക്സാംസും ഉണ്ടാ 24 പോലെ തന്നെ 25 ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉദ്യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു റെയിൽവേ ജോലി നേടിയെടുക്കാൻ ആഗ്രഹമുള്ളതാണ് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഞാൻ പറയാം. 2025 ഒരു ഒറ്റപ്പെടുത്തം പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കാരണം എന്താ, സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത് എല്ലാത്തിനും അല്ലെ. മാത്സ് ഉണ്ട്, റീസണിങ്ങിന്റെ വരുന്നുണ്ട്, GK ജനറൽ സയൻസും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് SSC എക്സാംസ് കേന്ദ്ര ഗവൺമെന്റ് ജോലി വരുമ്പോൾ അപ്പോൾ SSC ഞാൻ പറയുന്നു നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് ഏത്, നമുക്ക് റെയിൽവേ അഡീഷണൽ വരുന്നത് ഇംഗ്ലീഷിന്റെ സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്താണ് ഓൾമോസ്റ്റ് സെയിം ആണ് സിലബസിൽ വരുന്നത്. ചെറുതായിട്ടുള്ള എന്താണ് ക്വസ്റ്റിന്റെ ഡിഫിക്കൽട്ടി ലെവൽ മാത്രമേ മാറുന്നുള്ളൂ അല്ലെ. അപ്പോൾ SSC എക്സാംസ് നമുക്ക് നോക്കാം. SSC 2025 എന്താണ് CHS വരുന്നുണ്ട്, CGL വരുന്നുണ്ട്, MTS വരുന്നുണ്ട്, GD കോൺസ്റ്റബിൾ വരുന്നുണ്ട്, അതുപോലെ CAPF വരുന്നുണ്ട്. ഇതെല്ലാ വർഷവും നടക്കാറുള്ള എന്താണ് SSC എക്സാംസിൽ തന്നെയാണ് അല്ലെ. CGL എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അല്ലെ. നല്ല പവർഫുൾ ആയിട്ടുള്ള ജോലി, കസ്റ്റംസ് ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, CBI തുടങ്ങിയ എന്താണ് നല്ല ജോലികളുള്ള പോസ്റ്റുകളുള്ള എക്സാംസ് ആണ് CGL എന്ന് പറഞ്ഞാൽ. പിന്നെ CHS കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ, MTS എന്താണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. ഇതെല്ലാം എന്താ 10ാം ക്ലാസ് MTS, CHS +2 ആണ് നമ്മുടെ യോഗ്യത വരുന്നത് കേട്ടോ. അപ്പോൾ ഈ എല്ലാ എക്സാംസും എന്താണ് നിങ്ങൾക്ക് 2025 എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ഒറ്റ പഠിത്തം പഠിച്ചാൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ എക്സാംസ് എല്ലാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഇതിലെല്ലാത്തിനും സിലബസ് എന്താണ് സെയിം തന്നെയാണ് സിലബസ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരള PSC ആണ്. അപ്പോൾ കേരള PSC എന്താണ്, നമുക്ക് 10th ലെവൽ എക്സാംസ് ഒക്കെ നോക്കാം. 10th ലെവലൊക്കെ LGS വരുന്നുണ്ട്, വേരിയസ് കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്, പിന്നെ ബിവറേജ് LD വരുന്നുണ്ട്, അതുപോലെ VFA വരുന്നുണ്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ വരുന്നുണ്ട്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ പോലീസ് കോൺസ്റ്റബിൾ IRB വരുന്നുണ്ട്. ഇത്രയാണ് 10th യോഗ്യതയുള്ള എക്സാംസിൽ ഏത് വരുന്നത്, നമ്മുടെ കേരള PSC വരുന്നത്. ഇനി കേരള PSC തന്നെ നമുക്ക് +2 യോഗ്യതകൾ നോക്കാം. +2ലേക്ക് വരുമ്പോൾ CPO വരുന്നുണ്ട്, അതുപോലെ WCP വരുന്നുണ്ട്, സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഉണ്ട്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. +2 യോഗ്യതകൾക്ക് വരുന്ന ഫോഴ്സിലേക്ക് വരുന്ന എക്സാമുകളാണ് +2 യോഗ്യത എക്സാംസ് വരുന്നത്. ഓക്കെ, ഇതും അടുത്ത വർഷം 2025 നടക്കുന്ന എക്സാംസിലാട്ടോ. ഇനി ഡിഗ്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്രട്ടറി എക്സാം ഉണ്ട്, പിന്നെ അസിസ്റ്റന്റ് ജയിലർ ഉണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്, സബ് ഇൻസ്പെക്ടർ ഉണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് നടക്കുന്ന ഡിഗ്രി ലെവലിന്റെ എക്സാംസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരം എക്സാംസുകളാണ് നമുക്ക് 2025 നിങ്ങളെ കാത്തിരിക്കുന്ന മെയിൻ എക്സാമുകൾ എന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ എക്സാംസിൽ നിങ്ങൾക്ക് ഒരൊറ്റ കോഴ്സിലൂടെ നിങ്ങൾ പഠിച്ചാൽ നിൽക്കുന്നതാണ് ഈ എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ അതിനായി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി റോംബസ് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ടോപ്പർ ബാച്ച് എന്നാണ് ഈ ബാച്ചിന്റെ പേര് വരുന്നത്. ഈ ബാച്ചിൽ നിങ്ങൾക്ക് എന്താണ് റെയിൽവേ SSC കേരള PSC എക്സാംസ് ഈ മൂന്നിലേക്കുള്ള എന്താണ് സിലബസ് അധിഷ്ഠിത ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്. ഒറ്റ ബാച്ച് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് വ്യത്യസ്തമായ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. കാരണം SSC വേറെ ക്ലാസ്സിലായിരിക്കും, അതുപോലെ റെയിൽവേക്ക് വേറെ ക്ലാസ്സിലായിരിക്കും, PSCക്ക് വേറെ ക്ലാസ്സിലായിരിക്കും. നിങ്ങൾ ഒരൊറ്റ കോഴ്സ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 3 ബാച്ചുകളിലുള്ള ക്ലാസ്സുകൾ എന്താണ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു 6 മാസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്നില്ല 2025 തന്നെ നിൽക്കുന്ന ഒരു ജോലി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റുമെന്ന് അല്ലെ. നമ്മൾ ചെയ്ത് നോക്കിയാലേ മക്കളെ നമുക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ എക്സാംസ് ഒരുമിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുക. ഇപ്പൊ PSC വന്നാൽ കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫിക്ക് ഒന്ന് എക്സ്ട്രാ പഠിച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ മാത്സ് ഒക്കെ നിങ്ങൾ SSC പഠിക്കുകയാണെങ്കിൽ PSC മാത്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും ഞാൻ പറയാം. അതുപോലെ SSC ലെവലിൽ പഠിച്ചത് നിങ്ങൾക്ക് റെയിൽവേ എക്സാംസ് വരെ സിമ്പിൾ ആയിരിക്കും അല്ലെ. നമ്മൾ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് ബാക്കി വരുന്ന എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്ര എക്സാംസിന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഫോക്കസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ചുരുങ്ങിയത് 5 എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ പറയാം. ഓക്കെ, 6 മാസം കഷ്ടപ്പെട്ടാൽ മതി. 6 മാസം കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 കോഴ്സ് നിങ്ങൾ ഇൻഡിവിജ്വലായി മേടിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ്
ഏകദേശം 40,000 രൂപ വരുന്ന ഒരു കോഴ്സുകളാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമ്മളിപ്പോൾ 15,000 രൂപ, വെറും 15,000 രൂപയ്ക്ക് ഈ 3 കോഴ്സുകളും ആക്സസ് ചെയ്യുന്നത്. അതായത് PSCയുടെ, ജനറൽ PSC, SSC, റെയിൽവേയുടെ കേട്ടോ. ടോപ്പർ ബാച്ച് എന്നാണ് ഈ ബാച്ചിന്റെ പേര്. ഡിസംബർ 5-നാണ് നമ്മുടെ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാം. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ, കുറച്ച് കുട്ടികൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ഓഫറും കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. കാരണം 40,000 രൂപ PSC, SSC, റെയിൽവേ ഇത് മൂന്നിനും കൂടി നമ്മുടെ 40,000 രൂപ വരുന്ന കോഴ്സാണ് നിങ്ങൾക്ക് വെറും 15,000 രൂപയ്ക്ക് ലഭിക്കുന്നത്. ഈ 15,000 രൂപയ്ക്ക് ഞാൻ പറഞ്ഞു നിൽക്കുന്ന ഒരു മിനിമം നിങ്ങൾക്ക് ഒരു 5 ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറയും. ഓക്കെ, പക്ഷേ അത് നിങ്ങൾ ഫോക്കസ് ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയും. 6 മാസം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാച്ച് ജോയിൻ ചെയ്യാവുന്ന. ഈ ബാച്ച് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളുണ്ടാവും, റെക്കോർഡ് ക്ലാസ്സുകളുണ്ടാവും, പിന്നെ മോക്ക് ടെസ്റ്റുകളുണ്ടാവും, പിന്നെ അതുപോലെ PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ ആ ബാച്ചിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്ന. ഓക്കെ, അപ്പോൾ 2025 നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു വർഷമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും തന്നെ 2025 ഒരു സർക്കാർ ജോലി നേടിയെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. നമുക്ക് കളയാൻ ടൈമില്ല, ടൈമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കണം. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് എക്സാംസ് 2025 കഴിഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.